ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 40-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ കാരുണ്യം നമ്മോട് പങ്കുവെക്കുകയാണ്. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എത്ര അർത്ഥവത്തായ വചനമാണിത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. ഈ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? എത്രയോ പാപകരമായ അടിമത്വങ്ങളിൽ നിന്ന് നമ്മൾ നശിച്ചു പോകേണ്ടവരായിരുന്നു. നിത്യമായ നാശത്തിന് പിടിയിൽപ്പെട്ട് നമ്മൾ നിത്യശിക്ഷയിലേക്ക് പ്രവേശിക്കേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്താൽ അവിടുന്ന് നമുക്ക് നിത്യമായ ജീവൻ നൽകി. ഇറ്റേണൽ ലൈഫ്. ഇതാണ് ദാവീദ് പറയുന്നത്. ഭീകരമായ ഗർത്തം, അത് പാപത്തിന്റെ ഗർത്തമാണ്. കുഴഞ്ഞ ചേറ്റ്, അളിഞ്ഞുപോയ താറുമാറായ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ കരകയറ്റി. അവിടുത്തെ സ്നേഹം എന്നെ വിശുദ്ധീകരിച്ചു. നമുക്ക് ഈ വചനത്തിന്റെ അഭിഷേകം ഏറ്റെടുക്കാം. വിശുദ്ധ വാരത്തിൽ നമ്മൾ ആയിരിക്കുകയാണ്. ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയും ദുഃഖശനിയും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന്റെ അനുഭവം എല്ലാം സ്വന്തമാക്കുവാൻ സ്വർഗം നമ്മൾ ഒന്നിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഈ വചനത്തിന്റെ കൃപയെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ് നൽകിയിരിക്കുന്ന ഇറ്റേണൽ സാൽവേഷൻ, നിത്യമായ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ജീസസ് ഈസ് അവർ സാൽവേഷൻ, നമ്മുടെ കർത്താവാണ് നമ്മുടെ രക്ഷ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കും. മനസ്സിന്റെ ഭാരങ്ങൾ, ഹൃദയത്തിന്റെ വേദനകളെല്ലാം അകറ്റിക്കളയുക. കർത്താവിന്റെ രക്ഷ സമ്പൂർണമായ രക്ഷയാണ്. ആമേൻ. ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. രക്ഷയുടെ ജീവിതം. ആമേൻ. അതിനായി ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവായ യേശുവിലൂടെ ലഭിച്ച നിത്യമായ രക്ഷയുടെ അനുഭവത്തിൽ ദിനംതോറും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണം. രക്ഷയുടെ അനുഭവത്തിൽ വളർന്നു വരുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു മാത്രമാണ് ഞങ്ങളുടെ ഏക രക്ഷയെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്ഷയുടെ അനുഭവം എല്ലാവരിലേക്കും ഒഴുകപ്പെടുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. കരുണ കാണിക്കണമേ. കരങ്ങൾ അടിച്ച് ഒന്ന് ചേർന്ന് യേശു നേടിത്തന്ന അനിത്യമായ രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് ആ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള ആവേശത്തോടെ നമ്മൾ ഒന്നിച്ച് ഈ വരികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സമൂഹങ്ങൾക്കും കൂട്ടായ്മകൾക്കും നൽകണമേ. ഓ സ്പിരിറ്റ് മൂവ്. ആമേൻ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ,
യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, അവൻ നമ്മുടെ ഏകരക്ഷയാണ്, അവൻ മാത്രം. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മറ്റൊരുവനിലും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, യേശുവിലുള്ളൊരു വിശ്വാസത്താൽ സമ്പൂർണ്ണ രക്ഷ, കംപ്ലീറ്റ് സാൽവേഷൻ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. രക്ഷാനാമമേ, അത്ഭുത നാമമേ, ആ നാമത്തിന്റെ ശക്തി ഞങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. യേശുനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി സകലത്തിലും നിറയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാമമല്ലാതെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ഒന്നിച്ചൊരു മനസ്സോടെ യേശുനാമത്തിന് അത്ഭുത ശക്തി അനുഭവിച്ചുകൊണ്ട് ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ഏക രക്ഷയേ, ഞങ്ങളുടെ ഏക കർത്താവേ, യേശുവേ, ഈശോയേ. ആരാധന, 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 ആരാധന. ഒഴുകട്ടെ, കൃപ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രക്ഷയിൽ ജീവിക്കുവാൻ, രക്ഷയിൽ വളരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷാദായകമായ ശക്തി, രക്ഷാദായകമായ അഭിഷേകം ഓരാത്മാവിലേക്ക് ഒഴുകപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളെല്ലാം കൂടുതൽ അനോയിന്റ് ചെയ്യണമേ. രക്ഷാകരമായ അനുഭവത്തിൽ നിറയ്ക്കണമേ. ദുഃഖവെള്ളിയുടെയും ദുഃഖശരിയുടെയും കർത്താവിന്റെ ഉത്ഥാനത്തിന്റെയും മഹനീയമായ അനുഭവങ്ങൾ സ്വന്തമാക്കി നിത്യമായ രക്ഷയിൽ ദിനംതോറും ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ബോധ്യത്തോടെ നാമത്തിന് ശക്തി ഏറ്റുപറഞ്ഞ് In the name of Jesus. യേശുനാമമല്ലാതെ. In the name of Jesus. യേശുനാമമല്ലാതെ. Jesus. Jesus. യേശുനാമമല്ലാതെ. ആമേൻ, 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 ആമേൻ. പരിശുദ്ധമേ, സകല സകല വിശുദ്ധരെ കർത്താവ് നേടിത്തന്ന രക്ഷയുടെ അനുഭവത്തിൽ ദിനംതോറും ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ രക്ഷയുടെ അനുഭവത്തിൽ ദിനംതോറും വളർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ വളരെ പുണ്യപ്പെട്ട ദിനങ്ങളിലാണ് നമ്മൾ. വിശുദ്ധ വാരത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ കർത്താവ് നമുക്ക് തരുന്ന രക്ഷാകരമായ അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ നമ്മെല്ലാവരെയും പരിശുദ്ധാത്മാവ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ദിനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും നാളുകൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച്
പരിത്യാഗ ചൈതന്യത്തോടെ ഒരുങ്ങുകയായിരുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായ രക്ഷയാണ്. കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായ രക്ഷയാണ്. പെസഹയുടെയും ദുഃഖവെള്ളിയുടെയും ശുശ്രൂഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. കർത്താവ് നമുക്കായി നേടിത്തന്ന ആ നിത്യമായ രക്ഷ അത് അപൂർണമല്ല, കംപ്ലീറ്റ് സാൽവേഷൻ ആണ്, പൂർണ്ണമായ രക്ഷയാണ്. അതിനോടൊരു ശതമാനം പോലും കൂട്ടിച്ചേർക്കുവാനോ കൂട്ടിക്കുറയ്ക്കുവാനോ നമുക്ക് ആർക്കും സാധ്യമല്ല. നമ്മുടെ സമ്പൂർണമായ രക്ഷയ്ക്ക് കർത്താവ് നമുക്ക് തന്ന ആ സാൽവേഷൻ പര്യാപ്തമാണ്, അത് കംപ്ലീറ്റ് ആണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണവും അവിടുത്തെ സംസ്കാരവും ഉത്ഥാനവും ഒക്കെ നമ്മൾ ഓർമ്മിക്കുകയും അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ നമ്മൾ അറിയിക്കുകയാണ്. ദൈവം തൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ ഏകരക്ഷയായ ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവിടുന്ന് കുരിശിൽ ചിന്തിയ രക്തം വഴി പൂർണ്ണമായ രക്ഷയും നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനത്തിലൂടെ നമുക്കെല്ലാവർക്കും പൂർണ്ണമായ രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ എത്രയോ ബ്ലെസ്സഡ് ആണ്. നമ്മുടെ കർത്താവ് നമുക്ക് നേടിത്തന്ന രക്ഷ അത് പൂർണ്ണമായ രക്ഷയാണ്, അത് അപൂർണമല്ല. അത് 70%, 90%, ഇനി 99.9% അത് 100% ആണ്. അത് കംപ്ലീറ്റ് സാൽവേഷൻ ആണ്. എത്ര അനുഗ്രഹപ്രദമായ പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്തത്. നമ്മോടുള്ള വിശ്വസ്തതയെ പ്രതി നമ്മോടുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കാരുണ്യത്തിൻ്റെ പ്രകടമായ അടയാളമാണ് ഈ നിത്യരക്ഷ നമുക്ക് ലഭിക്കുവാനുള്ള കാരണം. നമ്മുടെ യോഗ്യതയല്ല. നമ്മുടെ യോഗ്യത എന്താ? നമ്മുടെ അയോഗ്യത തന്നെയാണ് നമ്മുടെ യോഗ്യത. നമ്മൾ അവിശ്വസ്തരും അനുസരണക്കേടുള്ളവരും അനാസ്ഥരും കർത്താവിനെ പലപ്പോഴും സങ്കടപ്പെടുത്തുന്നവരുമാണ്. എന്നിരുന്നാലും നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി നമ്മുടെ കർത്താവ് നമ്മളെ എന്നേക്കുമായി വീണ്ടെടുത്ത് നിത്യമായി രക്ഷിക്കുകയാണ്. ഈ രക്ഷയുടെ അനുഭവം എത്ര അത്ഭുതദായകമാണ്. ഹെബ്രായ പുസ്തകം 5-ാം അധ്യായം 9-ാം വചനത്തിൽ പരിശുദ്ധ വചനം പ്രഖ്യാപിക്കുകയാണ്, താൻ അനുസരിക്കുന്നവർക്കെല്ലാം കർത്താവായ യേശു നിത്യരക്ഷയുടെ ഉറവിടമാണ്. എന്നൊരുപാട് സ്വാധീനിച്ച വചനമാണ്. ആരെല്ലാം കർത്താവിനെ അനുസരിക്കുന്നുവോ, അവിടുത്തെ വചനങ്ങളെ പ്രമാണിക്കുന്നുവോ, അവർക്കെല്ലാം കർത്താവായ യേശു നിത്യമായ രക്ഷയുടെ ഉറവിടമാണ്. നമ്മുടെ ഇറ്റേണൽ സാൽവേഷൻ, നമ്മുടെ നിത്യരക്ഷയുടെ ഉറപ്പ് ആരാ? നമ്മുടെ ഈശോയാണ്. അവനാണ് നമ്മുടെ ഇറ്റേണൽ സാൽവേഷൻ. അവനിൽ നമുക്ക് ഉറപ്പുണ്ട്. അവനാണ് നമ്മുടെ സോഴ്സ്. നമുക്ക് ഒരുപാട് പ്രത്യാശയും സന്തോഷവും നൽകുന്ന വചനമാണിത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായ രക്ഷയാകുന്നത്? പലരും ഇന്ന് പറയാറുണ്ട്, യേശുവിനെ പോലെ
ലോക ചരിത്രത്തിൽ പലരും കുരിശിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ കുരിശ് മരണത്തിനൊന്നും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ, പാപങ്ങളിൽ നിന്ന് അവരെല്ലാം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങൾ പറയുന്നു യേശുവിൻ്റെ കുരിശ് മരണ ഉത്ഥാനത്തിന് മാനവകുലത്തിൻ്റെ സമ്പൂർണമായ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും അത് പര്യാപ്തമാണെന്ന് നിങ്ങൾ പറയുന്നു. ഇതെന്തുകൊണ്ടാണ്? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ യുണിക്നെസ്, അനന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈശോയെ പോലെ മറ്റാരുമില്ല ലോക ചരിത്രത്തിൽ ഇതുവരെ. കർത്താവായ യേശുവിനെ പോലെ ചരിത്രത്തിൽ ഇറങ്ങി വന്ന മറ്റാരുമില്ല. അവന് സമനായി അവൻ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ അനന്യത. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായ രക്ഷയാവുന്നതിൻ്റെ കാര്യം ആ പെർഫെക്റ്റ് പവറാണ്. കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായ ശക്തിയാണ്, പെർഫെക്റ്റ് പവറാണ്. ഹെബ്രായ പുസ്തകം 7:25 നമ്മൾ കാണുന്നുണ്ട്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. എത്ര ആനന്ദം തരുന്ന വചനമാണ്. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെയെല്ലാം പൂർണ്ണമായും പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, നാശകരമായ ശാപഗ്രസ്തമായ ബന്ധനങ്ങളിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന്, ന്യായവിധിയുടെ പിടികളിൽ നിന്ന് അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവായ യേശുവിന് കഴിവുണ്ട്. അവൻ ഓൾമൈറ്റി, സർവശക്തനും സർവാധിപനുമായ ദൈവമാണ്. നിങ്ങൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? പെർഫെക്റ്റ് പവറാണ്. 99% രക്ഷിക്കുന്നത്, പൂർണ്ണമായും. അപ്പോൾ അതിനെല്ലാവരും നേറ്റു പറഞ്ഞ് പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശുവിനെ കഴിയും. ഉൽപ്പത്തിയുടെ പുസ്തകം 17:1 കർത്താവ് പറഞ്ഞാൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു, അബ്രഹാം, ഐ ആം ഓൾമൈറ്റി ഗോഡ്. അതാ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ സർവശക്തനായ ദൈവമാണ്. എന്നെയും നിന്നെയും പൂർണ്ണമായി രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യത്തിന് കഴിയും. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. പെർഫെക്റ്റ് പവറാണ് നമ്മുടെ കർത്താവിൻ്റേത്. അവന് അസാധ്യമായ ഒന്നുമില്ല. ലൂക്കോസ് 1:37. രണ്ടാമത്, കർത്താവിൻ്റെ രക്ഷ, അത് പൂർണ്ണമായ രക്ഷ, കംപ്ലീറ്റ് സാൽവേഷൻ ആകാനുള്ള രണ്ടാമത്തെ കാരണം എന്താ? പെർഫെക്റ്റ് ലൈഫാണ്. ഞാൻ ചുമ്മാ വൈകാരികമായി പറഞ്ഞതല്ല. നമ്മുടെ പെസഹ കുഞ്ഞാടായ നമ്മുടെ ഈശോ, അവനെ പോലെ അവൻ തന്നെ മാത്രമേ ഉള്ളൂ. കർത്താവിനെ പോലെ ആരാ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത്? പൂർണ്ണതയുള്ള ജീവിതം, പെർഫെക്റ്റ് ലൈഫ്. ഹെബ്രായ പുസ്തകം 7:26 പറയുന്നു, നമ്മുടെ കർത്താവിൻ്റെ യോഗ്യതകളാണ്. അവൻ പരിശുദ്ധനും. യെസ്, നമ്മുടെ കർത്താവ് സത്യമായും പരിശുദ്ധനാണ്. രണ്ടാമത് പറയാണ്, അവൻ ദോഷരഹിതനാണ്, കുറ്റമില്ലാത്തവൻ. മൂന്നാമത് പറയാണ്, അവൻ നിർമ്മലനാണ്, നിർദോഷനാണ്. നാലാമത് പറയാണ്, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. ഇതുപോലെ ആരുണ്ട് ലോക ചരിത്രത്തിൽ? പരിശുദ്ധൻ, ദോഷരഹിതൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ. പെർഫെക്റ്റ് ലൈഫ്. അതിനാൽ സകലരെയും പൂർണ്ണമായി രക്ഷിക്കുവാനുള്ള പെർഫെക്റ്റ് പവർ കർത്താവിനുണ്ട്. ഹല്ലേലൂയ. ഈ വിശുദ്ധ വാരത്തിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളായിരിക്കുമ്പോൾ ഈ സത്യം മറന്നു പോകരുത്. കർത്താവിൻ്റെ ഉദ്ധാന തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ, ദുഃഖശനിയിലൂടെ നമ്മുടെ മാമോദീസ നവീകരണ വാഗ്ദാനങ്ങൾ നമ്മൾ പുതുക്കുമ്പോൾ, ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ നമ്മൾ പങ്കെടുത്ത് കർത്താവിനെ ആരാധിക്കുമ്പോൾ, പെസഹയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ആർജിച്ചെടുക്കേണ്ടത്
ഈ നിത്യരക്ഷയുടെ അനുഭവമാണ് പെർഫെക്റ്റ് ലൈഫ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 8:46 പറഞ്ഞില്ലേ, കർത്താവ് എന്തൊരു ചങ്കൂറ്റത്തോടെ ചോദിച്ച്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? നമുക്ക് എത്ര പേർക്ക് ഈ ചങ്കുറപ്പുണ്ട്? നമ്മുടെ കുടുംബത്തിലുള്ളവരെ നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയുന്നു? നമ്മുടെ കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് നമുക്ക് ആർക്കിത് പറയാനുള്ള ചങ്കുറപ്പില്ല. കാരണം നമ്മൾ പല ബലഹീനരും ദുർബലരുമാണ്. എന്നാൽ കർത്താവ് ചങ്കൂറ്റത്തോടെ പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? കാരണം അവൻ ദോഷരഹിതനായിരുന്നു, അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനായിരുന്നു, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:30 വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരിയായ പിശാചിന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. എന്തുകൊണ്ടാ? അവൻ പാപമില്ലാതെ ജീവിച്ചു, ദോഷരഹിതനായി ജീവിച്ചു. അതുകൊണ്ട് പിലാത്തോസ് 3 പ്രാവശ്യം, അവൻ റോമൻ ഗവർണറായിരുന്നു, പരിശോധിച്ചിട്ട് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു, ഈ പെസഹ കുഞ്ഞാട് യേശു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഒരു കുറ്റവും കാണുന്നില്ല. കർത്താവിനെ ക്രൂശിച്ച ശതാധിപൻ, ആ സെഞ്ചൂറിയൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു, ഇവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. പിശാച് വിളിച്ചു പറഞ്ഞു, എന്താ വിളിച്ചു പറഞ്ഞത്? സത്യമായും നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ദൈവപിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗവും ഈ ഭൂമിയും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു, നമ്മുടെ കർത്താവ് ദോഷരഹിതനാണ്, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, പെർഫെക്റ്റ് ലൈഫ് ആയതിനാൽ അവൻ്റെ പവർ പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ് പവറാണ്. പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. അതാണ് നമുക്ക് ഈ കംപ്ലീറ്റ് സാൽവേഷൻ കർത്താവിലൂടെ ലഭ്യമായത്. ഇതാണ് യേശുവിൻ്റെ യൂണിക്നെസ്. നമ്മളെത്ര ബ്ലസ്സഡാ, നമ്മളെ കർത്താവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് വിളി ലഭിച്ചില്ലേ? 3-ാമത്തെ കാര്യം, പെർഫെക്റ്റ് സാക്രിഫൈസ്. കർത്താവിൻ്റെ ബലി പൂർണ്ണമായ ബലിയായിരുന്നു. എബ്രായ പുസ്തകം 10:14 പറയുന്നുണ്ട്, തൻ്റെ ഏക ബലി സമർപ്പണം വഴി അവൻ സകലരെയും പൂർണ്ണമായും വിശുദ്ധീകരിച്ചു. പെർഫെക്റ്റ് സാക്രിഫൈസ്. നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ കോലാടുകളെയും പശുക്കിടാക്കളെയും ഇങ്ങനെ പല വിധത്തിലുള്ള ബലിയർപ്പണങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ആ ബലിയർപ്പണത്തിനൊന്നും മനുഷ്യൻ്റെ പാപത്തെ പൂർണ്ണമായി പരിഹരിക്കുവാനുള്ള ശക്തിയിലായിരുന്നു. പാപം ചെയ്തിട്ടില്ലാത്ത പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ ആ ബലിയർപ്പണത്തിലൂടെ പൂർണ്ണമായ രക്ഷ നമുക്ക് ലഭിച്ചു. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു 2:14, സൽപ്രവൃത്തികൾ ചെയ്യുന്നൊരു ജനതയെ രൂപപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി. എഫെസസ് സഭയ്ക്ക് ലേഖനം 5:2 പറയുന്നു, അവൻ നമുക്ക് സുരഭില കാഴ്ചയായി തന്നെ ബലിയായി സമർപ്പിച്ചു. യെസ്, പെർഫെക്റ്റ് സാക്രിഫൈസ്. അനേകർ കുരിശിൽ ഭരിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിരുന്നില്ല. കാരണം എന്താ? അവരിൽ പല ദോഷങ്ങളും കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു. 4-ാമത്തെ കാരണം പെർഫെക്റ്റ് അപ്പോയിൻമെന്റ് ആണ്. എബ്രായ പുസ്തകം 7:28 പറയുന്നു, ദൈവപിതാവ് അവനെ നിയോഗിച്ചു, മനുഷ്യവർഗത്തിന് സമ്പൂർണ്ണ രക്ഷയ്ക്കുള്ള പെസഹ കുഞ്ഞാടായി. പിതാവായി ദൈവം തൻ്റെ ഏകപുത്രനായ യേശുവിനെ അപ്പോയിന്റ് ചെയ്തു. യെസ്, പെർഫെക്റ്റ് അപ്പോയിൻമെന്റ്, നിയോഗം. അതാണ് അപ്പോസ്തലൻ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്. താൻ എഴുതിയ 3:16 തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, നമ്മളാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ, ഇറ്റേണൽ സാൽവേഷനിൽ നമ്മളെല്ലാം ജീവിക്കുവാൻ തൻ്റെ ഏകപുത്രനായ യേശുവിനെ നമുക്ക് നിയോഗിച്ചു തന്നു. പെർഫെക്റ്റ് അപ്പോയിൻമെന്റ്. എത്ര മനോഹരമാണ് എൻ്റെ സഹോദരങ്ങളെ! കർത്താവ് തന്ന ഈ പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിൽ നാം ദിനംതോറും ജീവിക്കുക. ഈ ലോകത്ത് നമ്മൾ ലൗകികരും
ജഡീകരമായി ജീവിക്കാനല്ല കർത്താവ് നമുക്കായി രക്ഷ നേടിത്തന്നത്. ഈ നിത്യമായ രക്ഷയുടെ അനുഭവത്തിൽ ഓരോ ദിനവും ഞാനും നിങ്ങളും ജീവിക്കുവാനാണ്. ഈ ഒരു ജീവിതമാണ് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധ വാരത്തിൽ നമുക്ക് കർത്താവിനോട് പറയാം, യെസ് ലോർഡ്. നമുക്കൊരു സമർപ്പണത്തിന് ഒരുങ്ങാം. നമുക്കൊരു ശക്തമായൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. കർത്താവേ, അങ്ങ് എനിക്കായി നേടിത്തന്ന അനിത്യമായ രക്ഷയിൽ ഞാൻ ജീവിക്കും. ആ രക്ഷയുടെ അനുഭവം ഞാൻ അനേകർക്ക് പകർന്നു കൊടുക്കുന്ന അവിടുത്തെ കരങ്ങളിലെ ഉപകരണമായി ഞാൻ മാറും. ഈ ഒരു തീരുമാനത്തോടെ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഈശോ നമുക്ക് തന്ന ഉദ്ധാനത്തിൻ്റെ ആ മഹാശക്തിയിൽ നിറയുവാൻ, ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം. പവർ ഓഫ് റിസറക്ഷൻ, പവർ ഓഫ് റിസറക്ഷൻ, ഉദ്ധാനത്തിൻ്റെ ശക്തി, അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നതും പ്രാപ്തമാക്കുന്നതും. എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഈ വിശുദ്ധ വാരത്തിൻ്റെ തിരുക്കർമ്മങ്ങളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും സ്വന്തമാക്കി കർത്താവിൽ വളരാം. വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ